തമിഴ്നാട്ടിലെ ട്രിച്ചിയിലാണ്. ട്രിച്ചിയിലെ ശ്രീ രംഗനാഥസ്വാമി ക്ഷേത്രം കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഈ ഒരു ക്ഷേത്രവും അതുപോലെ തന്നെ ക്ഷേത്രത്തിലെ വിശേഷങ്ങളും ആയിരിക്കും നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ താമസിച്ച ആ വീടിൻ്റെ അവിടെ നിന്ന് നമ്മൾ ബസ് കയറിയാണ് ഇവിടെ വന്നത്. അപ്പോൾ ബസ്സിൽ വരുമ്പോൾ നമുക്ക് നമ്മുടെ കാവേരി നദിയും അതുപോലെ തന്നെ ട്രിച്ചിയിലെ പ്രധാനപ്പെട്ട കാഴ്ചകളൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളപ്പോൾ നടന്ന് നമ്മുടെ ആ ഒരു ഗോപുരത്തിനടുത്തേക്ക് പോവാണ്. ഇവിടെ നമുക്ക് വരുമ്പോൾ ഒരുപാട് കടകളും കാര്യങ്ങളൊക്കെ കാണാം. കൂടുതൽ ജ്യൂസ് കടയും ചായക്കടയും അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. പിന്നെ അതോടൊപ്പം നമുക്ക് പൂജാ സാധനങ്ങളൊക്കെ വെക്കുന്ന കടകളും കാണാൻ സാധിക്കും. ഈ ഒരു ഗോപുരത്തിൻ്റെ അടുത്തേക്ക് വരുമ്പോഴാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് സൈസ് നമുക്ക് മനസ്സിലാവുന്നത്. നല്ല ഹൈറ്റുള്ളൊരു ഗോപുരമാണ് ഇവിടെ കാണാൻ സാധിക്കും. ഒരുപാട് ശില്പങ്ങളും ആ ഒരു ഗോപുരത്തിന് മേളിൽ ഇങ്ങനെ കൊത്തിവെച്ചേക്കുന്നുണ്ട്. ഇത് ആക്ച്വലി ഒരു ക്ഷേത്ര നഗരം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് ആൾക്കാർ താമസിക്കുകയും ജോലി ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ ഈ ഗോപുരത്തിനുള്ളിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് കച്ചവടക്കാരെ കാണാൻ സാധിക്കും. ഇവിടെ ഫ്രൂട്ട്സും അതുപോലെ തന്നെ പൂക്കളും ഒക്കെ വിൽക്കുന്ന കടകൾ കാണാം. ഇതിനുള്ളിലേക്ക് വണ്ടിയായി കയറി പോകണം കേട്ടോ. പോണ വഴി ഇതുപോലത്തെ ചെറിയ ചെറിയ കോവിലും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ പൂവൊക്കെ വിൽക്കണമല്ലോ. പൂവ് പിന്നെ നെയ്യാണ് നിങ്ങളാ കാണുന്നത്. നെയ്യ്, അമ്പലത്തിലേക്കുള്ള നെയ്യും സംഭവങ്ങളൊക്കെ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഗോപുരമാണ് നമ്മളിപ്പോൾ കയറിയ ആ ഒരു രാജഗോപുരം. അത് കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് ചെറിയ ഇവിടെ ഒരു മണ്ഡപം പോലത്തെ ഒരു സംഭവം കാണാം. നേരെ നമുക്ക് വേറൊരു ഗോപുരവും കാണാം. അതുപോലെ 21 ഗോപുരങ്ങളാണ് ഈ ഒരു ക്ഷേത്രത്തിലുള്ളത്. അതുപോലെ തന്നെ 7 ചുറ്റുമതിലും ഈ ഒരു അമ്പലത്തിനുണ്ട്. 156 ഏക്കറിലാണ് ഈ ഒരു അമ്പലം നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലോകത്തെ ഏറ്റവും വലിയ 2ാമത്തെ അമ്പലം ഇതാണ്. ലോകത്തെ ഏറ്റവും വലിയ നിത്യപൂജ നടക്കുന്ന അമ്പലം അഥവാ ഫങ്ഷനിങ് ടെമ്പിൾ എന്നും പറയും. അത് ഈ ഒരു അമ്പലമാണ്. അപ്പോൾ നമ്മളിങ്ങനെ നടന്നു വരുമ്പോൾ ഇവിടെയും ഒരുപാട് കച്ചവടക്കാരെ കാണാൻ സാധിക്കും. ഇവിടെയും പൂവും, മെയിനായിട്ട് പൂവാണ്. കാരണം അമ്പലവും പരിസരമൊക്കെ ആകുമ്പോൾ കൂടുതൽ പൂവിൻ്റെ ആവശ്യങ്ങളൊക്കെ വരുമല്ലോ. അതുകൊണ്ട് ഇവിടെ കൂടുതൽ പൂക്കടയും അതുപോലെ തന്നെ ഡ്രസ്സിൻ്റെ കടയും ഒക്കെ നമുക്ക് ഒരുപാട് കാണാം. നേരെ നമ്മൾ നടക്കുമ്പോൾ വേറെ ഒരു ഗോപുരം. ബാക്കിയെല്ലാം ഗോപുരവും അധികം സൈസൊന്നുമില്ല, അധികം ഹൈറ്റൊന്നുമില്ല. നമ്മുടെ ആ ഒരു മെയിൻ ഗോപുരം മാത്രമാണ് അത്ര ഹൈറ്റുള്ളത്. ഇവിടെ കണ്ട ഒരുപാട് മാലകളും അതുപോലെ തന്നെ പൂജ ഉപകരണങ്ങളൊക്കെ വിൽക്കുന്ന കടകളാണ്. ഇവിടെ നിന്ന് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴികളൊക്കെ ഉണ്ട്. ഇവിടെ ആളുകൾക്ക് ജോലിയും അതുപോലെ തന്നെ താമസവും എല്ലാം ഈ ഒരു ഏരിയ തന്നെയാണ്. നമ്മളിപ്പോൾ 2ാമത്തെ ആ ഒരു ഗോപുരം കൂടി കടന്നിരിക്കുകയാണ്. ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ചെറിയ ഹോട്ടലല്ല ചെറിയ സ്നാക്സൊക്കെ വിൽക്കുന്ന കടയും അതുപോലെ തന്നെ ടോയ്സും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉള്ള കടകളാണ്. പിന്നെ ഇവിടെയും ഇടയ്ക്കിടയ്ക്ക് ചെറുതായിട്ട് മറ്റേ പ്രാർത്ഥിക്കുന്ന ആ ഒരു സംഭവങ്ങളൊക്കെ കാണാം. കുറച്ചും കൂടി മുമ്പിലോട്ട് പോകുമ്പോൾ മറ്റൊരു സ്ട്രീറ്റിൽ നമ്മളെത്തി. ഇവിടെ ഒരുപാട് വിഗ്രഹങ്ങളും സംഭവങ്ങളൊക്കെ വിൽക്കുന്ന കട. അവിടെ ഇവിടെയൊക്കെ വഴികളൊക്കെ ഉണ്ട്. അതൊക്കെ എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. പിന്നെ മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ മറ്റൊരു ഗോപുരത്തിലേക്ക് എത്തും. ഇവിടെ ഇങ്ങനൊരു സംഭവമുണ്ട്. അതെനിക്ക് വെയിൽ കൊള്ളാണ്ടിരിക്കാനാണോ എന്നറിയില്ല. സംഭവം നന്നായിട്ടുണ്ട്. നല്ല ചൂടാട്ടോ. ഇവിടെ ഒരു 30 ഡിഗ്രി കൂടുതൽ ചൂടുണ്ട്. നമ്മുടെ നാട്ടിൽ മഴയൊക്കെ ആയിരുന്നു നമ്മൾ വന്നപ്പോൾ. അതുകൊണ്ട് ഇവിടുന്ന് പെട്ടെന്ന് ചൂട് കിട്ടിയപ്പോൾ അങ്ങനെ സഹിക്കാൻ പറ്റില്ല. പെട്ടെന്ന് ടയേർഡാവും നമ്മൾ. ഇതാണ് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ അകത്തേക്കുള്ളൊരു വഴി. നമുക്കിവിടെ ചെരുപ്പ് നോക്കണം. അപ്പോൾ നമുക്കിവിടെ ചെരുപ്പ് വെച്ചിട്ട് ഉള്ളിലേക്ക് കയറാം. നമ്മളപ്പോൾ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറി. ഉള്ളിലേക്ക് കയറുമ്പോൾ നമുക്ക് ഇവിടെയും കുറേ കടകളൊക്കെ കാണാം. ഒരുപാട് വിഗ്രഹങ്ങളും അതുപോലെ തന്നെ പാത്രങ്ങളും പ്ലാസ്റ്റിക്കും അങ്ങനത്തെ ഐറ്റംസൊക്കെ വിൽക്കുന്ന കടകൾ. ഇവിടെ ചെറിയൊരു മണ്ഡപമുണ്ട്. അവിടെ എന്തൊക്കെയോ പണിയൊക്കെ നടക്കുക. എന്താ സംഭവം എനിക്കറിയില്ല. പിന്നെ നമുക്ക് നേരെ മറ്റൊരു വലിയൊരു മണ്ഡപം കാണാം. ഒരുപാട് തൂണുകളും അതിൽ കൊത്തുപണികളൊക്കെ ചെയ്ത ഒരു വലിയൊരു മണ്ഡപമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അവിടെയും നമുക്ക് ഒരുപാട് കടകളൊക്കെ ഉണ്ട് കേട്ടോ. കൂടുതൽ ഈ ലേഡീസ് ഐറ്റംസും അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കും പിന്നെ പിള്ളേർക്കുള്ള കളിപ്പാട്ടങ്ങളും അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ്.
ഇവിടെ നേരെ ശ്രീരംഗ വിലാസ് മണ്ഡപം എന്ന് പറഞ്ഞ ബോർഡ് നമുക്ക് കാണാൻ സാധിക്കും. നമ്മളിപ്പോൾ അവിടെ നിന്ന് നടന്ന് ഇവിടെ ചെറിയൊരു ഓപ്പൺ ഏരിയയിൽ എത്തിയിരിക്കുകയാണ്. നല്ല വെയിലാണ്, കാലിൽ ചെരുപ്പൊന്നും ഇല്ലാണ്ട് നടക്കാൻ പാടാണ്. അപ്പോൾ ഇടയ്ക്ക് ഇവിടെ ഇങ്ങനെ ചവിട്ടിയല്ലേ ചവിട്ടി പോലെ സംഭവം ഇട്ടുകൊണ്ട് സുഖമായിട്ട് നടക്കാം. അത്രയ്ക്ക് വെയിലാണ്. നമുക്കിവിടെ നിന്ന് ഈ ഒരു ഗോപുരം കയറി ഉള്ളിലേക്ക് പോവാം. ഇവിടെ നിന്ന് നമുക്ക് പല ഡയറക്ഷനിലും പല സ്ഥലങ്ങളിലേക്ക് പോകാൻ സാധിക്കും. ഇതേ ഇവിടെ നിങ്ങൾക്ക് കാണാം രംഗനാഥർ സന്നിധി, പിന്നെ അങ്ങനെ കുറേ മണ്ഡപങ്ങളുള്ളൊരു സ്ഥലമാണ്. ഒരുപാട് മണ്ഡപം ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഉള്ളിലുണ്ട്. അങ്ങോട്ടേക്ക് പോകുമ്പോൾ 1000 പില്ലർ മണ്ഡപം എന്ന് പറഞ്ഞ 1000 തൂണുകളുള്ളൊരു മണ്ഡപം അങ്ങ് ദൂരെ നമുക്കുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് പോയി നോക്കാം. ഇതിൻ്റെ സൈഡിൽ വെയിൽ കൊള്ളാണ്ട് നടക്കാനുള്ള സംഭവം ഉണ്ടായി, ഞാൻ കണ്ടില്ല. വെയിലത്താണ് ഇവിടം വരെ നടക്കാൻ വന്നത്. ഇവിടെ ഒരു വെള്ള ഗോപുരത്തിൻ്റെ അടിയിലെത്തി. ഇവിടെ ഒരു ചെറിയൊരു മണ്ഡപമുണ്ട്. ഇവിടെയും തൂണുകളിൽ കൊത്തുപണികളൊക്കെ ചെയ്ത് വെച്ചേക്കുന്നത് കണ്ട. ഒരുപാട് കൊത്തുപണികൾ എല്ലാ തൂണിലും ഉണ്ട്. ഇവിടെ ഫുൾ മണലാണ് കേട്ടോ. നമ്മൾ ഇത്രയും നേരം അവർ കല്ലിലൂടെയാണ് നടന്നത്. ഇവിടെ എത്തിയപ്പോഴത്തേക്കും മണലായി. ഇവിടെ ഒരു മണ്ഡപം നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ തേടി നടന്ന ആ ഒരു 1000 പില്ലർ മണ്ഡപം ഇതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ചോദിക്കാനൊന്നും ആരുമില്ല. ഞാൻ നേരത്തെ വന്നത് ഈ വഴിയാണ്. വെയിലും കൊണ്ട് എനിക്ക് ഇതിലൂടെ നടന്നാൽ മതിയായിരുന്നു, സുഖമായിട്ട് നടക്കായിരുന്നു. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയ ചെറിയ മണ്ഡപങ്ങളും വലിയ മണ്ഡപങ്ങളും ഒക്കെ ഉണ്ട്. ചില സ്ഥലത്തേക്കൊട്ടൊന്നും എൻട്രി ഇല്ല. പിന്നെ ചില സ്ഥലങ്ങളിലേക്ക് ക്യാമറ അനുവദിക്കില്ല. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ ഈ ഒരു അമ്പലത്തിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ട്രിച്ചിയിൽ വന്ന ഈ ഒരു ക്ഷേത്രത്തിലേക്ക് വരാൻ വളരെ സിമ്പിളാണ്. നിങ്ങൾ ട്രെയിനിൽ വരുവാണെങ്കിൽ തിരുച്ചിറപ്പള്ളി ജംഗ്ഷൻ സ്റ്റേഷനിൽ ഇറങ്ങാം. ജംഗ്ഷൻ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് സ്റ്റേഷനെ പുറത്ത് നിന്ന് ഒരുപാട് ബസ് നമുക്ക് ഇങ്ങോട്ടേക്ക് കിട്ടും. ഒരു ശ്രീരംഗം എന്ന് പറയുന്നത് ഒരു ഐലൻഡാണ്. നമ്മുടെ കാവേരി റിവറിൻ്റെയും അതുപോലെ തന്നെ കൊല്ലിടം എന്ന് പറഞ്ഞൊരു റിവറുണ്ട്. ഈ 2 നദിയുടെ നടുക്കായിട്ടുള്ളൊരു ഐലൻഡാണ് ഈ ശ്രീരംഗം. അപ്പോൾ ബസ്സിൽ വരുമ്പോൾ ആ ഒരു പാലം കയറി ഇറങ്ങുമ്പോൾ തന്നെ നമ്മൾ ശ്രീരംഗം ടൗണിലെത്തും. പിന്നെ അവിടെ നിന്ന് കുറച്ച് ഉള്ളിലേക്ക് വരുമ്പോഴാണ് നമ്മുടെ ഈ അമ്പലം. പക്ഷെ ബസ് അമ്പലത്തിൻ്റെ ഫ്രണ്ട് വരെ ഉണ്ട്. ഞാൻ ബസ് സ്റ്റോപ്പ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതുപോലെ തന്നെ ഇവിടെ നിന്ന് തിരിച്ച് സിറ്റിയിലേക്കും ഒരുപാട് ബസ് അവൈലബിൾ ആണ്. നമ്മൾ വന്ന വഴി ഏതാണ് ഞാൻ ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നടന്ന് നമ്മൾ അതിലേ വന്നത്. ഇതിലൂടെ പോകുമ്പോൾ ഇവിടെ ഒരു അമ്പലമുണ്ട്. അതിൻ്റെ ഉള്ളിൽ ക്യാമറ അനുവദിക്കുമെന്ന് അറിയില്ല, അതുകൊണ്ട് ഞാൻ ഉള്ളിലേക്ക് പോയില്ല. നമ്മൾ തിരിച്ച് ആ ഒരു മണ്ഡപത്തിൻ്റെ അവിടേക്ക് നടക്കാം. അമ്പലത്തിൻ്റെ മറ്റൊരു സൈഡിലെത്തിരിക്കുകയാണ്. ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നമുക്ക് ഇതേപോലെ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത ഒരു വാക്ക് വേ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ ചെറിയൊരു ഗേറ്റും അപ്പുറത്തേക്ക് എന്തൊക്കെയോ ഉണ്ട്, എനിക്കറിയില്ല. അറ്റം വരെ അങ്ങനെ നടന്ന് പോവാ. 2 സൈഡ് തെങ്ങും വളഞ്ഞാക്കിയിരിക്കുന്ന തെങ്ങാണ്ട. പിന്നെ കുറേ നടന്ന് അവിടം വരെ പോകാനുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ കാണാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അതുപോലെ തന്നെ ക്യാമറ അലൗഡ് അല്ലാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട്. നമുക്ക് കയറി വന്ന ആ ഒരു മണ്ഡപമില്ല, അവിടെ ആക്ച്വലി ക്യാമറ ഒന്നും അലൗഡ് അല്ല എന്നാണ് അവിടെ എഴുതി വെച്ചേക്കണത്. പക്ഷേ ഞാൻ ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് അത് കണ്ടത്. കുഴപ്പമൊന്നുമില്ല, ആരും ചോദിച്ചൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇനി പയ്യെ തിരിച്ച് നമ്മൾ വന്ന സ്ഥലത്തേക്ക് പോവാം. നമ്മളിപ്പോൾ നടന്ന് അമ്പലത്തിൻ്റെ മറ്റൊരു ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ ഒരുപാട് തൂണും അതിൽ കൊത്തുപണികളൊക്കെ കാണാൻ സാധിക്കും. ക്യാരി ബാഗ് തുണിയുടെ ഇവിടെ ഒരു ക്ലോത്ത് ബാഗ് ATM എന്ന് പറയുന്ന സംഭവമുണ്ട്. 10 രൂപ. ഇതിൽ 10 രൂപ ഇട്ടാൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ക്ലോത്ത് ബാഗ് ഇതിൽ കൂടെ ആ
ഇതിൽ കൂടെ ഉള്ളിൽ കാണാമോ? ആ എന്താ പറഞ്ഞ തടഞ്ഞടപ്പുണ്ട്. പൊങ്കലാ നെയ്യാ വെണ്ണല്ലേ? വെണ്ണ വെച്ചിട്ടുള്ള ഒരു പൊങ്കൽ പ്രസാദവും നമുക്കിവിടെ കിട്ടും. അമ്പലത്തിൽ നടന്നു കാണാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇതുപോലത്തെ ബഗ്ഗിയൊക്കെ അവൈലബിൾ ആണ്. അങ്ങനെ നമ്മൾ അമ്പലത്തിന് പുറത്തേക്ക് ഇറങ്ങി. നമ്മളിനി വന്ന ആ ഒരു വഴി ആയിക്കോട്ടെ, വന്ന ആ ഒരു വഴി തിരിച്ച് ബസ് സ്റ്റോപ്പിലേക്ക് പോകണം. അവിടെ നിന്ന് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകണം. അപ്പോൾ ട്രിച്ചി കാഴ്ചകളുടെ അവസാനത്തെ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി വൈകുന്നേരം ഇവിടെ നിന്ന് ഞാൻ അടുത്ത ലൊക്കേഷനായ കോയമ്പത്തൂരേക്ക് പോകണം. അപ്പോൾ 5:20 എൻ്റെ ട്രെയിൻ. അപ്പോൾ ഇപ്പോൾ സമയം 2 മണി. ഇവിടെ നിന്ന് ഇനി ബസ് കയറി വീട്ടിലേക്ക് പോകണം. അവിടെ നിന്ന് പാക്കൊക്കെ ചെയ്ത് ഒരു 4 മണിയാകുമ്പോഴത്തേക്കും അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ ട്രിച്ചി ജംഗ്ഷനിലേക്ക് പോകണം. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. നമ്മളപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ശ്രീരംഗം ഈ ഒരു അമ്പലം പ്രാവശ്യമെങ്കിലും വന്ന് കാണാൻ ശ്രമിക്കുക. ഇവിടത്തേക്ക് വരാൻ വളരെ സിമ്പിളാണ്. ട്രിച്ചി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയാൽ നിങ്ങൾക്ക് ഒരുപാട് ബസ് ശ്രീരംഗത്തേക്ക് കിട്ടും. ഇച്ചിരി തിരക്കുണ്ടാവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ സ്റ്റേഷൻ്റെ അടുത്തുള്ള ഒരു സെൻട്രൽ ബസ് സ്റ്റാൻഡ് ഉണ്ട്, അങ്ങോട്ടേക്ക് നടക്കാം. അവിടെ നിന്ന് സ്റ്റാർട്ടിങ് ബസ്സൊക്കെ കിട്ടും. അവിടെ നിന്ന് സുഖമായിട്ട് ഇരുന്നൊക്കെ വരാം. അപ്പോൾ നമ്മൾ നടന്ന് നമ്മുടെ ആ ഒരു രാജഗോപുരത്തിൻ്റെ മുന്നിൽ പിന്നെ എത്തിയിരിക്കുകയാണ്. ഇതിന് പുറത്തേക്ക് ഇറങ്ങി നേരെ നടക്കുമ്പോഴാണ് നമ്മുടെ ശ്രീരംഗം ബസ് സ്റ്റോപ്പ്. നമ്മൾ ആ ബസ് ഇറങ്ങിയ ആ ഒരു സ്ഥലത്തെത്തി. ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ബസ് കാണാൻ സാധിക്കും. എല്ലാം ട്രിച്ചി സിറ്റിയിലോട്ടൊക്കെ പോകാനുള്ളൊരു ബസ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് ബസ്സിൽ വരികയാണെങ്കിൽ ശ്രീരംഗം ബസ് കയറിയിട്ട് ഇവിടെ വന്ന് ഇറങ്ങാം. ഇവിടെ നിന്ന് ആ ഒരു വഴി നേരെ പോകുമ്പോഴാണ് നമ്മുടെ ക്ഷേത്രം. അപ്പോൾ നമുക്ക് ഇവിടെ ഏതെങ്കിലും ബസ് കയറിയിട്ട് നമുക്ക് തിരിച്ച് സിറ്റിയിലേക്ക് പോവാം. ഇവിടുത്തെ ബസ്സൊക്കെ ഇങ്ങനെ അടിപൊളി. ഇവിടെ ഇരിക്കാറേ. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഒരുപാട് ഇൻഫർമേഷൻ ഇനിയും മിസ്സിംഗ് ആണ്. ഞാൻ കുറേ ഒന്നും പറഞ്ഞില്ല, കാരണം നമ്മളിങ്ങനെ ലൈവ് റെക്കോർഡിംഗ് ആയതുകൊണ്ട് ചിലതൊക്കെ മിസ് ചെയ്യും. അപ്പോൾ ട്രിച്ചിയിലെ ലാസ്റ്റ് വീഡിയോ വരുന്നത് നമ്മൾ ട്രിച്ചിയിൽ നിന്ന് വിട പറയുകയാണ്. ഇവിടുത്തെ വണ്ടി ഓടിക്കലൊക്കെ സമ്മതിച്ചു കൊടുക്കണം. നമുക്ക് പറ്റൂല ഇവിടെ വണ്ടി ഓടിക്കാൻ. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.